നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. കൃഷ്ണനുമായിട്ടുള്ള ആ സംഭാഷണത്തിന്റെ അവസാനത്തിൽ വളരെ വ്യക്തമായി ധരിച്ചിട്ട് കൃഷ്ണനോട് പറയുന്നു. ഇതിന് തൊട്ടു മുമ്പേ തന്നെ കർണൻ പറഞ്ഞല്ലോ കൃഷ്ണനോട്, ദുര്യോധനൻ രാജാവാകാൻ യോഗ്യനല്ല, ദുര്യോധനല്ല യുദ്ധം ജയിക്കേണ്ടത്, ദുര്യോധനല്ല രാജാവാകേണ്ടത്, പരമധാർമ്മികനായിരിക്കുന്ന യുധിഷ്ഠിരൻ രാജാവാകണം എന്ന് നേരത്തെ പറഞ്ഞു. ആ വാക്കുകളുടെ തുടർച്ചയാണ്. ആ യജ്ഞത്തെ ശസ്ത്രയജ്ഞമായിട്ട് വളരെ വിശദമായി കർണൻ കൃഷ്ണനെ കേൾപ്പിക്കുന്നു. എന്ന് മാത്രമല്ല, യജ്ഞം പൂർണ്ണമായി കഴിയുമ്പോഴേക്കും പിന്നെ ഔഭൃത സ്നാനം ഉണ്ടല്ലോ, അതും ഇവിടെ നടക്കും. സ്നുഷാശ്ച പ്രസ്നുഷാശ്ചൈവ ധൃതരാഷ്ട്രസ്യ സംഗതാഃ. ധൃതരാഷ്ട്രന്റെ സ്നുഷമാരും പ്രസ്നുഷമാരും, സ്നുഷ എന്ന് പറഞ്ഞാൽ മകന്റെ ഭാര്യ, പ്രസ്നുഷ എന്ന് പറഞ്ഞാൽ മകന്റെ മകന്റെ ഭാര്യ. മക്കള് ധൃതരാഷ്ട്രന് 100 പേരുണ്ട്, ആൺമക്കള്. പിന്നെയോ അവരുടെ എല്ലാം മക്കളുണ്ട്, അവരെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. അവരുടെ എല്ലാം ഭാര്യമാര് കൊട്ടാരത്തിൽ ഇരിപ്പുണ്ട്. ഈ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും അവർക്കെല്ലാം സർവവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവരെല്ലാവരും ഹതേശ്വര നഷ്ടപുത്ര ഹതനാഥാശ്ച കേശവ. അവരുടെ ഈ ഭൂമിയിൽ കണ്ണുകൊണ്ട് കണ്ട ആ ഈശ്വരൻ നഷ്ടപ്പെട്ടിട്ട്, നാഥൻ നഷ്ടപ്പെട്ടിട്ട്, പുത്രന്മാർ നഷ്ടപ്പെട്ടിട്ട് രുദത്യ കരയുന്നവരായിട്ട്, രുദത്യ സഹഗാന്ധാര്യ ശുഗ്രകുരരാകുലേ സയജ്ഞേസ്മിൻ അവഭൃതോ ഭവിഷ്യതി ജനാർദ്ദന. അവര് കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് ഈ 100 പേരുടെ അമ്മയായിരിക്കുന്ന ഗാന്ധാരിയോടൊപ്പം, ഗാന്ധാരിയും വേദന കൊണ്ട് കരയുന്നു, അവരോടൊപ്പം പടക്കളത്തിലേക്ക് വരും. പടക്കളത്തിലേക്ക് വന്നിട്ട് അവർ സ്വന്തം പ്രിയപ്പെട്ട ജനങ്ങളെ തിരയും. ഈ പടക്കളം അപ്പോൾ ആരെ കൊണ്ട് നിറഞ്ഞിരിക്കും? അതുവരെ 18 അക്ഷൗഹിണി വീരന്മാരായിട്ടുള്ള പടയാളികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഈ പടക്കളം ശ്വാക്കളെ കൊണ്ടും അതേപോലെ തന്നെ ഗൃധ്രങ്ങളെ കൊണ്ടും കഴുകന്മാരെ കൊണ്ടും അങ്ങനെയുള്ള ദുഷ്ട ജന്തുക്കളെ കൊണ്ടും, ഊളന്മാരെ തുടങ്ങിയ ജന്തുക്കളെ കൊണ്ടും പക്ഷികളെ കൊണ്ടും ഒക്കെ നിറയും. അവരെ കൊണ്ട് നിറഞ്ഞതായിരിക്കുന്ന മനുഷ്യരെല്ലാം വീണു കഴിഞ്ഞിരിക്കുന്നു. വളരെ ദുഃഖകരമായ അവസ്ഥയാണത്. മനുഷ്യമാംസം തിന്നാൻ വേണ്ടിയിട്ട് തിക്കും തിരക്കും ഒക്കെ ആയിട്ട് അവിടെ വന്ന് കോലാഹലം ഉണ്ടാക്കുന്ന ഈ പക്ഷികളെയും മൃഗങ്ങളെയും കൊണ്ട് നിറഞ്ഞതായ ആ പടക്കളത്തിൽ അവരെത്തിച്ചേർന്ന് നിലവിളിക്കും, അല്ലയോ കൃഷ്ണ, ഈ യജ്ഞത്തിന്റെ അവഭൃത സ്നാനം അത് ആ സ്ത്രീജനങ്ങളുടെ വിലാപമായിരിക്കും. മഹാഭാരതത്തിലെ സ്ത്രീ പർവത്തില് നമ്മൾ ആ രംഗം കാണും. അവിടെയാണ് പ്രസിദ്ധമായിരിക്കുന്ന ഗാന്ധാരി വിലാപം. ആ അമ്മയുടെ കരച്ചില്, ആ അമ്മ കൗരവന്മാരെ ഓർത്ത് മാത്രമല്ല കരയുന്നേ, പിന്നെയോ മരിച്ച എല്ലാവരെയും ഓർത്ത്, കൗരവന്മാരും പാണ്ഡവന്മാരും ഉൾപ്പെടെ. പാണ്ഡവപക്ഷത്തിൽ ആ 5 പേര് മരിക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെ മക്കളും എല്ലാവരും കൊല്ലപ്പെട്ടല്ലോ. ബന്ധുജനങ്ങളും അവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യാമെന്ന് ചേർന്നിരിക്കുന്ന സൈനികരും എല്ലാവരും കൊല്ലപ്പെട്ടല്ലോ.
അവരെ എല്ലാവരെയും ഓർത്താണ് ഗാന്ധാരി കരയുന്നത്. വിശ്വ മാതാവിന്റെ പദവിയിൽ ആ അമ്മ എത്തി നിൽക്കുന്നു. ഏതൊരമ്മയും അങ്ങനെയാണ്, പ്രപഞ്ചത്തിന്റെ മുഴുവൻ മാതാവാണ്. ലോകത്തിൽ ആർക്ക് വ്യഥയുണ്ടായാലും എല്ലാ അമ്മമാരുടെയും ഹൃദയം വേദനിക്കും. ഒരമ്മയ്ക്കും ആരുടെ വ്യഥയും താങ്ങാനാവില്ല. സ്വന്തം കുഞ്ഞുങ്ങളുടെ വേദന പോലെ അവർക്കത് അനുഭവപ്പെടും. എല്ലാവരും അവരെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞുങ്ങളാണ്. അത് ഗാന്ധാരിയുടെ ആ ഒരു മാനസികാവസ്ഥയിലൂടെ വ്യാസഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അങ്ങനെ ആ ഔഭൃത സ്നാനത്തോടു കൂടിയിട്ടാണ് ഈ യജ്ഞം പൂർണ്ണമായി തീരുക. അല്ലയോ കൃഷ്ണ, നീ ഈ ശസ്ത്രയജ്ഞം ഒഴിവാക്കാൻ, യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഹസ്തിനാപുരത്ത് വന്നു, ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു. പക്ഷേ ദുര്യോധനൻ അതിന് ഒരിക്കലും സമ്മതം മൂളിയില്ല. ആ സമാധാന പരിശ്രമത്തെ ദുര്യോധനൻ പരിപൂർണമായിട്ടും തള്ളിക്കളഞ്ഞു. അതിന്റെ ഫലമായിട്ട് ശസ്ത്രേണ നിധനം ഗച്ഛേത് സമൃദ്ധം ക്ഷത്രമണ്ഡലം കുരുക്ഷേത്രേ പുണ്യതമേ ത്രൈലോക്യസ്യാവി കേശവ. അല്ലയോ കൃഷ്ണ, ഈ 3 ലോകങ്ങളിലും വച്ചിട്ട് അങ്ങേറ്റം പുണ്യമയമായിരിക്കുന്ന കുരുക്ഷേത്രത്തില് അവിടെ വെച്ചിട്ടാണല്ലോ ഈ യുദ്ധം നടക്കുന്നത്. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ക്ഷത്രിയന്മാരും അവിടെ ഒരുമിച്ച് കൂടുന്നു. അതിനു വേണ്ടിയിട്ട് അവരിതാ എത്തിച്ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അവിടെ ആ നടക്കുന്ന ആ ശസ്ത്രയജ്ഞത്തിൽ അവരെല്ലാവരും കൊല്ലപ്പെടും. ആരും അവിടെ നിന്നിട്ട് രക്ഷപ്പെട്ട് മടങ്ങിപ്പോകുന്നില്ല. അങ്ങനെ ഈ ലോകം കണ്ടിട്ടുള്ള വളരെ അത്ഭുതകരമായിരിക്കുന്ന വീരതയുടെ പ്രദർശന വേദിയായിരിക്കും കുരുക്ഷേത്രം. അതൊരു വലിയ കഥയായിരിക്കും. യാവത് സ്ഥാസ്യന്തി ഗിരയ സരിതശ്ച ജനാർദ്ദന. അല്ലയോ കൃഷ്ണ, ഈ പ്രപഞ്ചത്തില് മഹാപർവ്വതങ്ങൾ എത്ര കാലം ഉണ്ടാകുമോ, അതേപോലെ തന്നെ നദികൾ എത്ര കാലം ഈ ഭൂമണ്ഡലത്തിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുമോ, താവത് കീർത്തിർഭവ ശബ്ദ ശാശ്വതോയം ഭവിഷ്യതി. അത്രയും കാലം ഈ കുരുക്ഷേത്ര യുദ്ധത്തിന്റെ കീർത്തി ശാശ്വതമായിട്ട് ഒരിക്കലും മായാതെ എന്നെന്നും നിലനിൽക്കും. അത്ര കണ്ട് എല്ലാവരുടെയും ഹൃദയത്തിൽ അവിസ്മരണീയമായി നിറഞ്ഞു നിൽക്കുന്ന മഹാസംഭവമായി തീരും ഈ ശസ്ത്രയജ്ഞം. ആ യജ്ഞത്തെക്കുറിച്ച് അനേകം പാട്ടുകൾ ഉണ്ടാകും. ബ്രാഹ്മണ കഥയിഷ്യന്തി മഹാഭാരതമാഹവം. ബ്രാഹ്മണരായിട്ടുള്ള ആളുകള്, ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള ആളുകള്, കവികളായിട്ടുള്ള ആളുകള് ഈ മഹാഭാരത യുദ്ധത്തിന്റെ വിവിധങ്ങളായിരിക്കുന്ന കഥകൾ അവര് ഗാനങ്ങളായിട്ട് രചിച്ചിട്ട് അവർ പാടും. എവിടെയൊക്കെയാണോ സജ്ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് അവിടെ എല്ലാം ഈ കഥ, ഈ അത്ഭുതകരമായിരിക്കുന്ന കഥ പാടിക്കേൾപ്പിക്കും. ആ പാട്ടുകൾ ക്ഷത്രിയാണാം യശോധനം, ക്ഷത്രിയന്മാർക്ക് യശസ്സിനെ വർദ്ധിപ്പിക്കുന്ന, യശസ്സിന്റെ യശോരൂപമായിരിക്കുന്ന ധനമായിരിക്കും ആ പാട്ടുകളെല്ലാം, ഈ കഥകളെല്ലാം. അങ്ങനെ ക്ഷത്രിയരുടെ കീർത്തി ആ ഗാനങ്ങളിലൂടെ നിലനിൽക്കും. അതിന് എല്ലാ പ്രകാരത്തിലും അവസരമൊരുക്കുന്ന മഹാസംഭവമാണ് അല്ലയോ കൃഷ്ണ ഇപ്പോൾ ഇവിടെ ഈ കുരുക്ഷേത്രത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ നിന്നോടൊരു കാര്യം കൂടി പറയാനുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് സമുപാനയ കൗന്ദേയം യുദ്ധായ മമ കേശവ. അല്ലയോ കൃഷ്ണ, നീ എനിക്ക് നേരിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പാർത്ഥനെ കൊണ്ടുവരിക, അർജുനനെ കൊണ്ടുവരിക. അതിന്റെ ചുമതല നിനക്കാണ്. എങ്ങനെയാ അർജുനനെ കൊണ്ടുവരേണ്ടത്? അവിടെയും നേരത്തെ പറഞ്ഞ ആ നിർദ്ദേശം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്
കർണൻ സംസാരിക്കുന്നത്. മന്ത്രസംവരണം കുർവൻ, നമ്മൾ തമ്മിലുള്ളതായ ഈ സംഭാഷണം അതീവ രഹസ്യമാക്കി വെച്ചുകൊണ്ട് വേണം അർജുനനെ വിളിച്ചുകൊണ്ട് വരാൻ പടക്കളത്തിൽ. അതല്ലാതെ നാം പറഞ്ഞ ഈ കാര്യം അർജുനൻ അറിഞ്ഞു കഴിഞ്ഞാലോ അവൻ ഗാണ്ഡീവം നിലത്ത് വയ്ക്കും. അവൻ എന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറാവില്ല. ഞാൻ ജ്യേഷ്ഠനാണെന്നറിഞ്ഞാൽ പിന്നെ അവൻ എൻ്റെ മുന്നിൽ വന്ന് എന്നെ വെല്ലുവിളിക്കില്ല. അവൻ യുദ്ധം ഒഴിവാക്കും. അങ്ങനെ സംഭവിച്ചാലോ അത് അർജുനനും അപകീർത്തികരമാകും, എനിക്കും അപകീർത്തികരമാകും. ഇവിടെ ഈ മഹായുദ്ധത്തിൽ പങ്കെടുത്ത് കീർത്തിശാലികളായി മാറാനായി വന്നു ചേർന്നിരിക്കുന്ന എല്ലാ രാജാക്കന്മാരുടെയും എല്ലാ വീരന്മാരുടെയും മഹനീയമായ അവസരത്തെ അത് നഷ്ടമാക്കി തീർക്കുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നാം തമ്മിൽ ചർച്ച ചെയ്ത ഈ കാര്യം അർജുനനോട് പറയാതെ അതിനെ രഹസ്യമാക്കി വെച്ചുകൊണ്ട്, അല്ലയോ പരന്തവ, ശത്രുക്കളെ മുഴുവൻ സംഹരിക്കുന്നവനെ കൃഷ്ണ, നീ അർജുനനെ കൊണ്ടുപോവാ പടക്കളത്തിലേക്ക്. ഞങ്ങൾ നേരിട്ട് ആ ശസ്ത്രയജ്ഞത്തിൽ പങ്കെടുത്ത് ഞങ്ങളുടെ കരുത്ത് ലോകത്തിന് മുഴുവൻ അത്ഭുതം ഉളവാക്കുമാറ് പ്രകടമാക്കട്ടെ. കർണൻ കൃഷ്ണനോട് തൻ്റെ ദൃഢമായിരിക്കുന്ന നിശ്ചയം പറഞ്ഞു കേൾപ്പിച്ചു. അപ്പോഴേക്കും കൃഷ്ണൻ എന്താണ് സംഭവിക്കാൻ പോകുന്നത് പടക്കളത്തിൽ എന്ന് കേൾപ്പിക്കാണ്. ആ യുദ്ധത്തെ മുഴുവൻ രജ്ഞമായി സങ്കല്പിച്ചിട്ട് കർണൻ കൃഷ്ണന്റെ മുന്നില് അതിന്റെ വിവിധ വശങ്ങളെയും ഫലത്തെയും വർണ്ണിച്ച് കേൾപ്പിച്ചപ്പോ കൃഷ്ണൻ ആ പടക്കളത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളുടെ അന്തരീക്ഷം അതെന്തായിരിക്കും എന്ന് കേൾപ്പിക്കുക. 11 അക്ഷൗഹിണികൾ കൗരവപക്ഷത്തുണ്ട്, 7 അക്ഷൗഹിണികളെ പാണ്ഡവപക്ഷത്തുള്ളൂ. അന്ന് ലോകം മുഴുവൻ അറിയപ്പെടുന്നതായ മഹാവീരന്മാരിൽ അധികം പേരും കൗരവപക്ഷത്താണ്. പാണ്ഡവപക്ഷത്തില് അങ്ങനെ ആ തലത്തിലുള്ളവർ ഏതാനും പേരേ ഉള്ളൂ. അപ്പൊ തന്നെ സൈന്യത്തിന്റെ സ്വരൂപം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കൗരവന്മാരെ ജയിക്കൂ. വലിയ വിപുലമായ സൈന്യം, വിപുലമായ സന്നാഹം, പ്രഗത്ഭരായിരിക്കുന്ന യോദ്ധാക്കളുടെ ആധിക്യം ഭൗതിക മണ്ഡലത്തിൽ കൂടി നാം ചിന്തിക്കുമ്പോൾ ജയിക്കാനുള്ള സർവ്വസാധ്യതകളും കൗരവന്മാർക്കാണ്. കൃഷ്ണൻ കർണനോട് പറയുന്നു, യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നത് പാണ്ഡവരാണ് എന്ന്. തന്റെ ദൃഢനിശ്ചയം അത് തൻ്റേതാണ് എന്ന് വാക്കുകൊണ്ട് പറയാതെ, അങ്ങനെ അഹങ്കരിക്കുകയും ചെയ്യാതെ കൃഷ്ണൻ കൃത്യമായി പറഞ്ഞു കേൾപ്പിക്കുന്നു.